ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ജൂൺ 2 തീയതി എടുത്ത വീഡിയോ. ഇന്ന് പിള്ളേർക്കൊക്കെ സ്കൂൾ തുറക്കുന്ന ദിവസമല്ല. അപ്പൊ ഇവിടുന്ന് ജോഷുമോനും ജുവാൻകുട്ടനും സ്കൂളിൽ പോകുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഇന്ന് തന്നെ തുറക്കുന്നത്. ജോഷു 1ാം ക്ലാസ്സിലും ജുവാന് LKGയിലും. രണ്ടുപേരും ഒരു സ്കൂളിൽ തന്നെ അവരെ ഇപ്രാവശ്യം ചേർത്തത്. അപ്പം രാവിലെ ഞാൻ എണീറ്റു, കാരണം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇന്ന് സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന ദിവസമാകുമ്പോൾ കുറച്ച് രാവിലെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ സ്കൂളിലുണ്ടാവില്ല. അപ്പം കുറച്ച് നേരത്തെ എത്തണമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഒരു 5:30 ആയപ്പോ എണീറ്റായിരുന്നു. 5:30 എണീറ്റ് ജുവാൻ കുറച്ചു നേരം, പിന്നെ അവൻ കരഞ്ഞുകൊണ്ട് പിന്നെ കുറച്ചു നേരം അവനെ എടുത്തുകൊണ്ടൊക്കെ നടന്നത്. ഒരു 6 മണിയായി ഞാൻ നേരെ കിച്ചണിലേക്ക് വരുമ്പോൾ. ജുവാനാണെങ്കിൽ ഇന്നലെ നേരത്തെ കിടത്തിറക്കി, കാരണം അല്ലെങ്കിൽ ഇവർ രാവിലെ എണീക്കത്തില്ല. അപ്പം അവന്റെ ഉറക്കവും പോയി. അവൻ അപ്പുറത്ത് സെറ്റ് ചെയ്യാൻ പോയി ഇരിപ്പുണ്ട്. എന്തായാലും അടുക്കളയോട് പുള്ളി ശല്യപ്പെടുത്താനൊന്നും വന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, സ്കൂളിൽ പോണോ അമ്മേ, സ്കൂളിൽ പോണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല മന്നെ, ജോഷുവിനെ സ്കൂളിൽ പോണ്ടേ, മോന് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ അന്നേരം തൊട്ടേ കരയാൻ തുടങ്ങും. എന്തായാലും നമ്മൾ വിചാരിച്ചത്രയും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് സ്കൂളിൽ പോണോ, ഞാൻ പോകുന്നില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിലും കരയോ അങ്ങനെ ഒന്നും ചെയ്തൊന്നുമില്ല. നല്ല മിടുക്കനായിട്ടിരുന്നു. അപ്പൊ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും തേങ്ങാ ചമ്മന്തി അരയ്ക്കാന്ന് വിചാരിച്ചാണ്. നമുക്ക് ഇഡലിക്ക് ഞാൻ ഓൾറെഡി തലേദിവസം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ തേങ്ങാ ചമ്മന്തി ആക്കണ്ടേ ഇതല്ലേ ഉള്ളൂ. പിള്ളേർക്കാണെങ്കിലും അത് രണ്ടും കഴിച്ചിട്ട് പോകാൻ ആരും ഇഷ്ടമാണ്. കാരണം ഇനിയിപ്പം ഉച്ചയൊക്കെ ആവുമല്ലോ തിരിച്ചെത്തുമ്പോ. അപ്പം പിള്ളേരുടെ ആയാലും വിശക്കാതെ ഇരിക്കണല്ലോ. അപ്പൊ ഞാൻ വേഗം അത് ഒരു സൈഡിലാക്കുന്നുണ്ട്. ഇപ്പുറത്ത് കുടിക്കാനുള്ള വെള്ളം വെക്കുന്നു. കാരണം ഇന്നലെ വെച്ച വെള്ളം തീർന്നു. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും കുപ്പിയിൽ വെള്ളം കൊണ്ടുപോവുകയും ചെയ്യണം. കാരണം ഇത്രയും ദിവസം 2 മാസം വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ രാവിലെ എണീക്കുകയും പണിയെടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇനിയിപ്പോ അത് പറ്റത്തില്ല. അവരെ കറക്റ്റ് സമയത്ത് സ്കൂളിൽ വിടുകയും രണ്ടുപേർക്കും സ്നാക്സും ഫുഡും ഒക്കെ കൊണ്ടുപോകണം. ജോഷ് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച സ്കൂളിൽ ഉച്ചയ്ക്ക് ഫുഡ് അവിടെ നിന്ന് തന്നെ കിട്ടും. പക്ഷെ ഇതിപ്പം കിട്ടത്തില്ല. നമ്മൾ തന്നെ രാവിലെ എല്ലാം ആക്കിയൊക്കെ പോകണം. അപ്പൊ നമ്മൾ തലേദിവസം കിടക്കുമ്പോൾ ഇനി തൊട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ഒക്കെ ചെയ്ത് കിടന്നില്ലെങ്കിൽ രാവിലെ കാര്യങ്ങളൊന്നും സമയത്ത് നടക്കത്തില്ല. രാവിലെ എണീറ്റിട്ട് എന്തുണ്ടാക്കും, കറി എന്തുണ്ടാക്കും എന്നൊക്കെ ചിന്തിച്ച് നമുക്ക് അതിനുള്ള സമയമില്ലല്ലോ. പിള്ളേർക്ക് എവിടെയും പോകണം, നമുക്ക് എവിടെയും പോകണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാക്കാം. പക്ഷെ ഇതിപ്പം അങ്ങനെ പറ്റത്തില്ല. അപ്പൊ ഞാൻ തലേദിവസം ഓൾറെഡി ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കിടന്നത്. അതാണല്ലോ അരിയൊക്കെ അരച്ചെല്ലാം സെറ്റാക്കി വെച്ചത്. അപ്പൊ ഞാൻ വേഗം ഇഡലി ആക്കുവാണ്. അപ്പം ചേട്ടായി ഒന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. കാരണം ഇപ്പന്മാർ രണ്ടുപേരെയും കൂടെ എനിക്ക് ചിലപ്പം ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. ജുവാന്റെ ക്ലാസ്സിലെ പാരന്റ്സ് ആരെങ്കിലും ഇരിക്കണം എന്ന് പറഞ്ഞേ. LKGയിൽ 1ാം ക്ലാസ്സിൽ അങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇനി ജോഷു അഥവാ ആദ്യമായിട്ടൊക്കെ പോകുന്ന സ്കൂളാണല്ലോ. മറ്റത് 2 വർഷം പോയി വേറെ അടുത്താണ് LKG UKG. അപ്പൊ പിന്നെ അവന് പുതിയ ആൾക്കാരൊക്കെ കാണും. പിന്നെ അവനെങ്ങനെ നമ്മളടുത്ത് ഇരിക്കണമെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ചേട്ടായും കൂടെ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് നമ്മളാരെയും ആവശ്യമൊന്നുമില്ലായിരുന്നു കേട്ടോ. മിടുക്കനായിട്ട് തന്നെ ഇരുന്നത്. അപ്പം ഇഡലിയൊക്കെ ഞാൻ വേവാക്കി അടച്ചു വെച്ചു. കറക്റ്റ് 10 മിനിറ്റ് ഞാൻ സമയം നോക്കും കേട്ടോ. എപ്പോഴും ഇഡലി ചെമ്പിനകത്ത് വെച്ചിട്ട് അടച്ച് ഞാൻ സമയം നോക്കിയിട്ട് കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഓഫ് ആക്കിയിട്ട് എടുത്ത് പുറത്തെടുത്ത് വെക്കും. ഇല്ലാതെ എന്റെ കറക്റ്റ് ടൈം അത്. പക്ഷെ അന്നേരം ഇതുവരെ അങ്ങനെ വേകാതെ ഇരുന്നിട്ടൊന്നുമില്ല. കറക്റ്റ് വേവ് വരുന്നത് ഞാൻ ആ ടൈം നോക്കി ആക്കും. അപ്പോഴേക്കും പുറത്തുനിന്ന് കരച്ചിൽ എന്ന് പറഞ്ഞാൽ പൂച്ച ഇതുങ്ങൾ എല്ലാം കൂടി ഭയങ്കര വന്ന് ഞാൻ പിന്നെ ഇറങ്ങി അവർക്ക് തീറ്റയും കൊടുത്തൊരു തേങ്ങയും കൂടി പൊതിച്ചിട്ട് അങ്ങ് കയറി പോവാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അവരെ ഒന്നിനും സമ്മതിക്കത്തില്ല. പൂച്ചക്കുഞ്ഞിന് ഓട്ടം നോക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ അവർക്ക് ഞാൻ എന്തൊരു 2 ബിസ്ക്കറ്റ് കൊടുത്തു. അപ്പം അവർക്ക് ബിസ്ക്കറ്റിന്റെ പിടിച്ചില്ല. അത് ഞാൻ പിന്നെ വേണമെങ്കിൽ തിന്നുന്നോട്ട് കയറിപ്പോട്ട് തിരിച്ചിറങ്ങി നോക്കുമ്പോ അവരാ ബിസ്ക്കറ്റൊക്കെ തിന്നു. വേറെ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതായിരിക്കും. ഓട്ടം കണ്ടില്ല 2 കുഞ്ഞുങ്ങളുടെ. ആ വെള്ളപ്പൂച്ച കുഞ്ഞിന്റെ വാലിങ്ങനെ നിറച്ച് രോമമുള്ള അങ്ങനത്തെ പൂച്ചയില്ലേ, ആ ടൈപ്പ് ഇടും. അതല്ല, മറ്റത് സാധാ പൂച്ചക്കുഞ്ഞ്. വളരെ നല്ല ഭംഗിയുണ്ട്. ഇവര് താറാവും ഇവരും കൂടെ രാത്രിക്ക് ഇരിപ്പ് കാണാം. താറാവ് ഇരിക്കുന്നതിന് താറാവിന്റെ ചിറകിന്റെ അടിപ്പോടെ 2 കുഞ്ഞുങ്ങളുടെ ഇരിപ്പ് അനങ്ങാതെ. അതും ഈ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ താറാവ് അവരെ കരഞ്ഞു വിളിക്കും. അന്നേരം താറാവിന്റെ കരച്ചിൽ കേൾക്കുമ്പോഴേക്കും അവരുടെ ഓട്ടവും വരവും ഒക്കെ കാണണം കേട്ടോ. ഞാൻ പിന്നെ കുറച്ചു നേരം ഒന്ന് പുറത്തോട്ടൊക്കെ നോക്കി. ഇന്നിപ്പോ മഴക്കാറൊന്നുമില്ലല്ലോ. ഭാഗ്യം ഇന്ന് മഴ പെയ്യരുതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസമേ പ്രാർത്ഥിച്ചതാ. കാരണം കരച്ചിലൊക്കെ ആണെങ്കിൽ മഴയും കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിള്ളേരെയും കൂട്ടി പോകാനൊക്കെ ആയാലും. എന്താണ് പ്രവേശനോത്സവമൊക്കെ മഴയൊന്നും പെയ്യാതിരിക്കുവാണെങ്കിൽ എത്ര അടിപൊളിയായിട്ട് നടത്താം. അത് ജൂണിൽ പെയ്യേണ്ട മുഴുവൻ മഴയും മെയിലും പെയ്ത് തീരുകയും ചെയ്തു. അതുകൊണ്ട് എന്തായാലും ഇനി മഴ പെയ്യാത്തതിന് ദുഃഖമൊന്നുമില്ല, ഉണ്ടാവത്തില്ല ആർക്കും. എന്തായാലും നല്ല കാലാവസ്ഥയായിരുന്നു. ഇപ്പൊ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണെങ്കിൽ നല്ല വെയിലാ പുറത്ത്. ഇത്ര ദിവസം ഇങ്ങനെ വെയിലൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇരുണ്ടി മൂടിയ കാലാവസ്ഥയിലായിരുന്നു. കറക്റ്റ് ഞാൻ 10 മിനിറ്റ് ടൈമിങ് വെച്ചിട്ട് ഞാൻ എപ്പോഴും ഇഡലിയൊക്കെ ആക്കി, ഇഡലി കൊഴുക്കട്ട അങ്ങനത്തെ ഒക്കെ ആക്കുമ്പോൾ ഞാൻ കറക്റ്റ് 10 മിനിറ്റ് നോക്കും. അപ്പം 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ എടുത്ത് ഇഡലി പുറത്ത് വെച്ചായിരുന്നു. കണ്ട് നല്ലോണം വെന്ത് നല്ലോണം ഇഡലി പാത്രത്തിൽ നിന്ന് ഇളകി പോരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി. ചില സമയത്ത് എന്റെ ഇഡലി ഇത്ര സോഫ്റ്റ് ആകാറില്ല. ഇന്ന് എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയായിരുന്നു കേട്ടോ. കട്ടിയൊന്നും ചമ്മന്തിയുടെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ഇഡലിയായിരുന്നു. ചമ്മന്തി ആക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇപ്പൊ ചമ്മന്തി ആർക്കും ഇപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നല്ലേ.
കാന്താരി മുളക് ഇട്ട് ചമ്മന്തി ആക്കാൻ ഇഷ്ടമാണ്. നോക്കുമ്പോൾ കാന്താരി ചീനി ആകെ 1-2 മുളകൊക്കെ ഉള്ളു. പിന്നെ 1-2 കാന്താരി മുളകും കുറച്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഞാൻ തേങ്ങയൊക്കെ അരച്ച് കടുകൊക്കെ പൊട്ടിച്ച് ചമ്മന്തി ആക്കി എടുത്തു. ഇവിടെ സാമ്പാറാണ് ഇഡലിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ചേട്ടായിക്കാണല്ലോ സാമ്പാർ, വറുത്തരച്ച സാമ്പാറോ അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മൾ മറ്റേ പൊടി ഇട്ട് വെക്കത്തില്ലേ, അങ്ങനത്തെ സാമ്പാറൊക്കെ ആയാലും ഭയങ്കര ഇഷ്ടം. ഇഡലി സാമ്പാറും ചമ്മന്തി എന്നോട് എപ്പോഴും കോമ്പിനേഷൻ. ഞാൻ സമയം ഉള്ളപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. ഇന്നിപ്പം രാവിലെ അതിനുള്ള എല്ലാത്തിനുള്ള സമയമില്ലായിരുന്നു. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളായാലും എല്ലാം ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം ചമ്മന്തിയിൽ അങ്ങോട്ട് ഒതുക്കി. ജുവാൻ ഞാൻ പറഞ്ഞ നേരം വെളുത്തപ്പം എന്റെ ഒപ്പം തന്നെ എണീറ്റില്ല. ജോഷു ആണെങ്കിൽ ഭയങ്കര ഉറക്കം, എണീക്കുന്നേല്. കാരണം ഞാൻ ഇന്നലെ ഇവരെ ഒരു 8:30 8:45 രണ്ടുപേരെയും കിടത്തി ഉറക്കട്ടെ. 8:45 ഞാൻ ഫുൾ ലൈറ്റ് ഓഫ് ആക്കി ഞാനും കൂടി കിടന്നു. അല്ലെങ്കിൽ പിന്നെ ഇവര് ഉറങ്ങത്തില്ല. അങ്ങനെ പിന്നെ ജോഷുവിനെ എല്ലാം എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കുളിച്ച് റെഡിയാക്കി. ജുവാൻകുട്ടൻ ഓൾറെഡി എല്ലാം റെഡിയാക്കി ഞാൻ നേരത്തെ ഇഡലിയൊക്കെ കൊടുത്തു വെച്ചായിരുന്നു. പിന്നെ ജോഷുവിനും കൊടുത്തു, ഞാനും കഴിച്ചു കേട്ടോ. ഞങ്ങളും കൂടെ കഴിച്ച് അപ്പോഴേക്ക് സമയം വെച്ചൊരു 8 മണി 8:15 ആയിരുന്നു. പിന്നെ വേഗം അവരെ ഭക്ഷണം കൊടുത്തതിന് ശേഷം യൂണിഫോം ഇടിപ്പിക്കുന്നുണ്ട്. യൂണിഫോം ഇട്ടിട്ട് ഭക്ഷണം കൊടുത്താല് മേത്തൊക്കെ അവര് നല്ലോണം ഇങ്ങനെ ആക്കും. അതുകൊണ്ട് ഭക്ഷണം കൊടുത്തതിന് ശേഷം യൂണിഫോം ഒക്കെ ഇടിപ്പിച്ചു. അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് കുറച്ച് ഉഷാറായി. ജുവാനെ കണ്ട് ഗേറ്റ് ഒക്കെ തുറക്കുന്ന ജുവാൻ വിചാരിച്ചത് പണ്ടെപ്പോഴും ജോഷുവിനെ കൊണ്ടുവിടാനൊക്കെ വണ്ടിക്കാണല്ലോ പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുന്നതെന്ന് വിചാരിച്ചിട്ടാ ജുവാൻ വേഗം ഗേറ്റ് ഒക്കെ തുറന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ വണ്ടിക്കല്ല മോനെ, നമ്മൾ നടന്നാ പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്ന പിള്ളേർക്ക് വണ്ടിക്ക് പോകുന്നതിൽ ഇഷ്ടം അവർക്ക് ഇങ്ങനെ ബാഗൊക്കെ തൂക്കി കൊടയൊക്കെ പിടിച്ച് ഇങ്ങനെ നടന്നു പോകാനായിട്ടോ കുറച്ചും കൂടി ഇഷ്ടം. കാരണം ആ വണ്ടിക്കൊക്കെ എപ്പോഴും പോകുമ്പോൾ അത്രയും മടിയൊന്നും എനിക്ക് ഈ പ്രാവശ്യം കടലുണ്ടോന്നില്ല. അവരുടെ പോക്കൊക്കെ എത്ര സന്തോഷത്തോടെ രണ്ടുപേരും കൂടി പോകുന്ന കൊടയൊക്കെ പിടിച്ച്. മഴയില്ലാത്തതിനൊരു സങ്കടം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. അത് പിന്നെ തിരിച്ചപ്പോ വെയിലാന്ന് പറഞ്ഞിട്ട് കുട നിർത്തി പിടിച്ച് ആ സങ്കടം തീർത്തു. അവർക്ക് കുട നിവർത്താനുള്ള ആഗ്രഹമൊക്കെ കൊണ്ടായിരിക്കും. ഞങ്ങൾ സ്കൂളിൽ എത്തിയപ്പോഴേക്ക് ഏകദേശം കറക്റ്റ് എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി വരിവരിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇവരുടെ ഫസ്റ്റ് ദിവസം പിള്ളേർക്കൊക്കെ എന്താ ചെറിയൊരു സ്വീകരണമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവരുടെ എന്തോ കുറച്ച് പ്രസംഗവും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്നും പിന്നെ കുറച്ച് സമയമൊക്കെ നിന്നിട്ട് വെയിലായതുകൊണ്ട് LKG പിള്ളേരെല്ലാം തിരിച്ച് ക്ലാസ്സിലേക്ക് പോക്കോന്ന് പറഞ്ഞു. സിസ്റ്റർ ക്ലാസ്സിൽ വന്നിട്ട് പിള്ളേർക്ക് പൂവൊക്കെ കൊടുക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും തിരിച്ച് ക്ലാസ്സിലേക്ക്. ജുവാനാണെങ്കിൽ പിള്ളേരുടെ കൂട്ടത്തിലൊന്നും അങ്ങനെ നിൽക്കുന്നൊന്നുമില്ല. കുറച്ചു നേരമൊക്കെ നിൽക്കും, പക്ഷെ നിൽക്കുന്നെങ്കിൽ ഞാനും കൂടെ വേണം. അങ്ങനെ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും നിർത്തുക, പൂവൊക്കെ പിടിപ്പിച്ച. പക്ഷെ എന്നാലും അവന് ഞാൻ അടുത്തുണ്ടെങ്കിൽ അവൻ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ എന്റെ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ നാളെ ആകുമ്പം റെഡി ആയിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ ജോഷുവിന് അവരെ പൂവൊക്കെ കൊടുത്ത് എന്തോ ഒരു ഇതും കൂടി മടക്കി കൊടുത്തു, എന്നാന്ന് അറിയത്തില്ല. അങ്ങനെ കൊടുത്തിട്ട് അവരെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അവരുടെ ക്ലാസ് ടീച്ചറും അവരുടെ പ്രിൻസിപ്പള് സിസ്റ്ററും കേട്ടോ. അത് ജുവാന് ഒരു 11:30 ആയപ്പോ പിന്നെ എല്ലാരും പോയി പിള്ളേരെ കൂട്ടിക്കോളം പറഞ്ഞായിരുന്നു. ജോഷുവിന് 1 മണി വരെ ഉണ്ട്. ജുവാനെയും കൂട്ടി പോകുന്നുണ്ട്. പിന്നെ ഞങ്ങള് ഒരു 11:45 ആയപ്പോ അവനെയും കൂടി കൂട്ടി പോയിടാം. വെയിലാന്ന് പറഞ്ഞിട്ട് കൊടയൊക്കെ ചൂടിയാ പോകുന്നത്. എന്തൊരു സന്തോഷം നോക്കിക്ക് രണ്ടുപേരുടെ തിരിച്ചുള്ള പോക്കും ഓട്ടവും ഒക്കെ. ശരിക്കും അല്ല, വണ്ടിക്ക് പോകുന്നതിനേക്കാളും പിള്ളേർ നല്ലതുപോലെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നു പോകുന്നതെന്നാ എനിക്ക് കാര്യം. ജോഷുവിന് 2 വർഷം ജോഷുവായാലും ജുവാനായാലും പ്ലേ സ്കൂളിൽ പോയതൊക്കെ ഞങ്ങൾ കൊണ്ടുവിടുമായിരുന്നു. വണ്ടിക്ക് പോയി വണ്ടിക്ക് വരുമായിരുന്നു. പക്ഷെ അതിലേക്കാളും കുറച്ചും കൂടി ഹാപ്പി ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോഴാട്ടെ. ഇനിയിപ്പം എന്താണ് പതിയെ പതിയെ അറിയാം ഓരോ ദിവസം പോയി കഴിയുമ്പോൾ എന്താവുന്ന്. തിരിച്ച് ഞങ്ങൾ ചോറൊക്കെ ഓൾറെഡി വെച്ചിട്ടാ പോയി. അപ്പൊ തിരിച്ചു വരുമ്പോൾ കറി മാത്രം വെച്ചാൽ മതിയെന്ന് വെച്ചു. ഇപ്പൊ ഞാൻ വെക്കുന്ന സാധനം വെച്ചാൽ അത് കണ്ടിട്ട് കുറച്ച് പേർക്കൊക്കെ അതെല്ലാം തിരിഞ്ഞിട്ടുണ്ടാവും. ഈ എന്താ പറയുക കശുമാവും ഇതൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തിരിയും. നമ്മുടെ കശുവാങ്ങയൊക്കെ മീൻസ് കശുവണ്ടിയൊക്കെ നമ്മളെല്ലാം പറക്കി തീർന്നിട്ട് ലാസ്റ്റിക്കുള്ള കുറേണൊക്കെ പൊഴിഞ്ഞൊക്കെ വീടില്ല. അപ്പൊ മഴയുടെ സമയമൊക്കെ ആകുമ്പോൾ ആരും അത് പറക്കൊന്നുമില്ല. കാരണം കശുവണ്ടി കറുത്തൊന്നും പോയാല് കടയിൽ കൊടുത്ത പൈസ കിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പം ഇങ്ങനെ മുളച്ചു വരുമ്പോൾ അതിന്റെ പരിപ്പ് ഇങ്ങനെ ഇത് കിട്ടും. ആ പരിപ്പ് എടുത്തിട്ട് തിന്നാനും ഒത്തിരി മൂക്കുന്നതിന് മുമ്പാണെങ്കിൽ ആ പരിപ്പ് കഴിക്കാനും നല്ലതാ. അല്ലെങ്കിൽ നല്ല തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് കറി തീയൽ പോലെ വെച്ചാൽ നല്ല രുചിയാണ്. നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, അത് മാത്രം കൂട്ടിയിട്ട് വയർ നിറച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഇത് നാത്തൂന്റെ, അതായത് അനിയന്റെ വൈഫിന്റെ വീട്ടിൽ നിന്ന് പപ്പയും ആങ്ങളെയും കൂടി വന്നപ്പോ വീട്ടിൽ കൊണ്ടു കൊടുത്തു. അവരിങ്ങോട്ടേക്ക് വന്നപ്പോ എനിക്ക് കൊണ്ടു തന്നു. അവരുടെതെല്ലാം അവര് പച്ചക്ക് തിന്ന് തീർത്തു പറഞ്ഞു. ഞങ്ങൾ പിന്നെ പച്ചക്ക് തിന്നൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കറി വെക്കാന്ന് വെച്ചാൽ എനിക്ക് അറിയത്തൊന്നുമില്ല. ഇതൊരു പരീക്ഷണം പോലെ വെക്കാം. ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാൻ കുക്കറിനകത്ത് ഒരു വിസിലങ്ങ് അടുപ്പിച്ചിടാം. കുക്കറിലിട്ട് വിസിലടിക്കേണ്ട ആവശ്യം ഉണ്ടോന്ന് വെച്ചാൽ അറിയത്തില്ല. നല്ലോണം വെന്ത് ഒരു വിസിലടിച്ചപ്പോഴേക്കും വെന്ത് കുഴഞ്ഞൊന്നും പോയില്ല. പക്ഷെ നല്ലോണം വെന്തിട്ട് വേറെ വേറെ ആയിട്ട് അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അതിന് ഇത്ര വേവൊന്നും നമുക്കറിയത്തില്ല, ആദ്യമായിട്ട് നമ്മള് ആക്കുന്നതല്ലേ.
അപ്പൊ അതവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ തേങ്ങ നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങ നല്ലോണം വറുത്തെടുക്കണം കേട്ടോ. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് അത് നല്ലോണം ഒന്ന് വറുത്തായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ, ഞാൻ ആകെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. മല്ലിപ്പൊടി ഇട്ടിട്ട് എന്റെ പച്ചമണം മറന്നോടം വരെ അതും കൂടി നല്ലോണം ഒന്ന് വറുത്തെടുത്തു. എന്നിട്ട് പിന്നെ മിക്സിയിൽ വെള്ളമൊന്നും കൂട്ടാതെ നല്ലതായിട്ട് അരച്ചങ്ങ് എടുത്താൽ നമ്മുടെ അരപ്പ് സെറ്റായി. വേറെ വെള്ളമോ എക്സ്ട്രാ എണ്ണയോ ഒന്നും ഒഴിക്കൊന്നും വേണ്ട കേട്ടോ. തേങ്ങ കാരണം വെള്ളം ഒഴിക്കുമ്പോൾ ആ തേങ്ങ അരപ്പിന്റെ കളർ അങ്ങ് മാറിപ്പോവേ. വെള്ളം ഒഴിക്കാതെ നമ്മൾ മിക്സിയിൽ ഇടയ്ക്കൊന്ന് എന്തുകൊണ്ട് മിക്സി ഓൺ ആക്കിയിട്ട് പിന്നെ നമ്മുടെ ജാർ തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ അരച്ചാൽ മതി. അങ്ങനെ ആക്കും നല്ലോണം നമുക്ക് അരഞ്ഞു കിട്ടും. വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും. എന്നിട്ട് ആ അരപ്പ് ഞാൻ കുക്കറിൽ നിന്ന് ഓൾറെഡി സാധനം മാറ്റി വേറൊരു പാനിലേക്ക് ആക്കി, എന്നിട്ട് അതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്തു. അത് ഞാൻ കുറച്ച് കടുകും കൂടി അതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ച് ചേർത്ത് വിടാം. കടുക് പൊട്ടിച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ലോണം വെന്തതിന്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് നമുക്ക് ചോറിനുടുത്തി കഴിക്കാവുന്നുള്ളൂ. ഞാൻ പിന്നെ ആദ്യമായിട്ട് വെക്കുന്നിട്ട് ടേസ്റ്റ് ആയിട്ടൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഒന്ന് മൂപ്പിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ടു. നല്ല രുചിയായിരുന്നു. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ട് അടിക്കുന്നത്. ജുവാൻകൂട്ടിന് അങ്ങനെ കഴിച്ചൊന്നുമില്ല. ജോഷു ആയാലും ചേട്ടായും ഞാനും ഒക്കെ വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചു. അതും മുട്ട പൊരിച്ചതും കൂട്ടിയിട്ട് ഞങ്ങളിന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചത്. എന്തുകൊണ്ട് വേറെ ഇറച്ചിയുടെ മീനിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അത്രയ്ക്കും ടേസ്റ്റി കറിയായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ട് പറമ്പും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കശുമാവൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കശുമാവിന്റെ ചുവട്ടിലൊക്കെ പോയി നോക്കുക. ഇങ്ങനത്തെയൊക്കെ കിട്ടും. മഴയൊക്കെ പെയ്ത സമയത്തൊക്കെ മുളച്ചൊക്കെ വരും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കറിയൊക്കെ വെച്ച് നോക്കുക. മക്കൾക്ക് പിള്ളേർക്കൊക്കെ ആക്കി കൊടുക്കുക. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒന്നും അറിയത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഞാൻ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ കറി വെച്ച് കൂട്ടുന്നത് തന്നെ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞ ചോറും മുട്ട പൊരിച്ചതും നമ്മുടെ തീയലുമായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. വയറ് നിറച്ച് ഞങ്ങൾ എല്ലാവരും കഴിച്ചു. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് നല്ലോണം ചെയ്താൽ മാത്രമേ നല്ല രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ്ടേ. അപ്പൊ ഓക്കെ, ബൈ.